സുഡാനിൽ മതപാരമ്പര്യങ്ങളിലും വിശ്വാസത്തോടുള്ള വിശ്വസ്തതയിലും ആഴത്തിൽ വേരൂന്നിയ ഒരു കർശനമായ ഇസ്ലാമിക കുടുംബത്തിലാണ് യാസിർ എറിക് ജനിച്ചു വളർന്നത്. ചെറുപ്പം മുതലേ ക്രിസ്ത്യാനികളെ ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്ന് വിശ്വസിച്ച് വെറുക്കാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചു. ഈ വിദ്വേഷം പ്രത്യേകിച്ച് സക്കറിയ എന്ന ക്രിസ്ത്യൻ സഹപാഠിയോട് ആയിരുന്നു. യാസിർ അവനെ ഭീഷണിപ്പെടുത്തുകയും ഒടുവിൽ ആക്രമണം നടത്തുകയും ചെയ്തു. സക്കറിയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും മരിച്ചതായി കണക്കാക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം യാസിറിന്റെ ഇളയ അനന്തരവൻ ഗുരുതരമായ രോഗബാധിതനായപ്പോൾ ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവം സംഭവിച്ചു. 2 കോപ്റ്റിക് ക്രിസ്ത്യൻ പുരുഷന്മാർ ആശുപത്രി സന്ദർശിച്ചു കുട്ടിക്കുവേണ്ടി പ്രാർത്ഥിച്ചു. കുട്ടി അത്ഭുതകരമായി സുഖം പ്രാപിച്ചു. ക്രിസ്ത്യാനികളിൽ നിന്നുള്ള ഈ അപ്രതീക്ഷിത ദയാപ്രവൃത്തി യാസിറിന്റെ ഹൃദയത്തിൽ തന്റെ മുൻ വിശ്വാസങ്ങളെക്കുറിച്ച് സംശയത്തിന്റെ വിത്ത് പാകി. അദ്ദേഹം രഹസ്യമായി ബൈബിൾ പഠിക്കാൻ തുടങ്ങി. ഒടുവിൽ യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ നിരാകരിച്ചു. ഇസ്ലാം ഉപേക്ഷിച്ചതിന് അദ്ദേഹം തടവും പീഡനവും സഹിച്ചു. കഷ്ടപ്പാടുകൾക്കിടയിലും യാസിറിന്റെ വിശ്വാസം കൂടുതൽ ശക്തമായി. ഈജിപ്തിലെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുകയും പ്രായമായ ഒരു ക്രിസ്ത്യൻ പാസ്റ്ററെ കണ്ടുമുട്ടുകയും ചെയ്തപ്പോൾ ഒരു ശക്തമായ നിമിഷം വന്നു. യാസിർ കൊല്ലാൻ ശ്രമിച്ച അതേ വ്യക്തിയാണ് സക്കറിയ എന്ന് അദ്ദേഹം സ്വയം വെളിപ്പെടുത്തി. പ്രതികാരം ചെയ്യുന്നതിനുപകരം സക്കറിയ യാസിറിനെ കെട്ടിപ്പിടിച്ച് ആക്രമണം മുതൽ തന്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. ഈ അസാധാരണമായ ക്ഷമാപ്രവൃത്തി യാസിറിനെ ആഴത്തിൽ വിനീതനാക്കുകയും ക്രിസ്തുവിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്ന് യാസിർ എറിക് ജർമ്മനിയിൽ ഒരു ക്രിസ്ത്യൻ പാസ്റ്ററായും പ്രഭാഷകനായും താമസിക്കുന്നു. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള ഭിന്നതകൾ നികത്തുന്നതിനും ക്ഷമയുടെയും കൃപയുടെയും പരിവർത്തന ശക്തിക്ക് സാക്ഷ്യം വഹിക്കുന്നതിനുമുള്ള തന്റെ സാക്ഷ്യം പങ്കിടുന്നു.